നമസ്കാരം. ഈശ്വരാനുഗ്രഹം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടോ എന്നൊന്ന് നോക്കുമോ, ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്നൊന്ന് നോക്കുമോ? ഈശ്വരാനുഗ്രഹം ഉണ്ടോ എന്ന് നോക്കാൻ രാശി വെച്ച് മാത്രം നോക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുരിതങ്ങളും ഓരോ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും വെല്ലുവിളികളൊക്കെ അനുഭവിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈശ്വരാനുഗ്രഹം നമുക്ക് ഇല്ല എന്ന്. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ചിലവർ പറയും ഈശ്വരനൊന്നും ഇല്ല, അങ്ങനെയൊക്കെ വെറും അന്ധവിശ്വാസമാണ്, അങ്ങനെ ഒരു ആവശ്യമില്ല, അമ്പലത്തിലൊന്നും പോകണ്ട, ദൈവത്തെ ഒന്നും പ്രാർത്ഥിക്കേണ്ട എന്ന്. ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കാം പ്രവൃത്തികളുടെ ഫലം നിൽക്കുന്നത്? ഈശ്വരനാണ് നമുക്ക് കർമ്മത്തിൻ്റെ ഫലം തരുന്നത്. അതൊരു യൂണിവേഴ്സൽ എനർജിയാണ്. നമ്മൾ കർമ്മം ചെയ്യുക. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതയിൽ, നമ്മൾ കർമ്മം ചെയ്യുക. മനുഷ്യന് കർമ്മം ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കർമ്മം ചെയ്യുന്നതിനോടൊപ്പം ഫലം തരുന്നത് ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരാർപ്പണമായിട്ട് ഈശ്വരാധീനം ഉണ്ടാക്കി ഈശ്വരാർപ്പണം നടത്താതെ താൻ വലിയ അഹങ്കാരിയാണെന്ന് കാണിച്ചുകൊണ്ട് തനി അഹങ്കാരത്തിലൊക്കെ നിന്ന് നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുകയും മറ്റുള്ളവർക്ക് ആഭിചാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ദുരിതത്തിൽ നിന്ന് കരകയറാനായിട്ട് നമുക്ക് സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ പ്രസക്തി എന്നുള്ളത്. അപ്പോൾ ഈശ്വരാനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ, ഈശ്വരാനുഗ്രഹം ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്നും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മാത്രമായിരിക്കും. അപ്പം അതിൽ നിന്ന് കരകയറാൻ പറ്റാതെ പൊളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാം ഈശ്വരാനുഗ്രഹം ഇല്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് ദൈവാധീനം, ഈശ്വരാർപ്പണമായിട്ടുള്ള ദൈവാധീനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ഈശ്വര പ്രാർത്ഥനകൾ സ്വായത്തമാക്കുക.